ബെന്യാമീൻ ഗോത്രത്തെക്കുറിച്ച് അവൻ്റെ പിതാവായിരിക്കുന്ന യാക്കോബ് അനുഗ്രഹം കൊടുത്തത് നമുക്കൊന്ന് വായിക്കണം. അത് നമുക്ക് ആ ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം അതിൻ്റെ 27-ാമത് വാക്യം വായിക്കാം. ബെന്യാമിൻ കടിച്ചു കീറുന്ന ചെന്നായി, രാവിലെ അവൻ ഇര പിടിച്ച് വിഴുങ്ങും, വൈകുന്നേരത്ത് അവൻ കവർച്ച പങ്കിടും. ഹല്ലേലൂയ. ബെന്യാമീനെ, നീ ചെറിയവനാണെങ്കിലും ചെറിയ ഗോത്രക്കാരനാണെങ്കിലും നിന്റെ പിതാവായിരിക്കുന്ന യാക്കോബ് അനുഗ്രഹിച്ച സമയത്ത് വിളിച്ചു പറയുന്ന വാക്കിങ്ങനെയാ: ബെന്യാമീൻ കടിച്ചു കീറുന്ന ചെന്നായി, ബെന്യാമീൻ കടിച്ചു കീറുന്ന ചെന്നായി. രാവിലെ അവൻ ഇര പിടിക്കും, വൈകുന്നേരം അവൻ കവർച്ച പങ്കിടും. ഞാനിവിടെ ഇരിക്കുന്ന യൗവനക്കാരിൽ എത്ര പേര് വേദപുസ്തകം കൊണ്ടുവന്ന് അറിയാനും ചോദിക്കുക. പുസ്തകം കൊണ്ടുവന്നേരം പൊക്കി പിടിച്ച മതി. നീ എന്തിനിറങ്ങി വന്നാ എൻ്റെ ചോദ്യം. നീ എന്തിനാ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്? കുഞ്ഞെ, ഈ പുസ്തകമില്ലാതെ നീ പുറത്തിറങ്ങരുത്. പള്ളിക്കൂടത്തിൽ പോകുമ്പോഴും ഒക്കുന്നെങ്കിൽ ഇതേലും ഒരെണ്ണം എടുത്ത് നിൻ്റെ ആ പുറത്ത് കിടക്കുന്ന ബാഗിലിടണം. എന്താന്ന് ചോദിച്ചാൽ, നീ ആരെയും നേടിയില്ലെങ്കിലും സ്വർഗത്തിൽ ചെല്ലുമ്പം ഈ പുസ്തകം ചുമ്മിൻ്റെ ചുമട്ടുകൂലി നിനക്ക് തരും. പ്രതിഫലം വിഭജിക്കുമ്പോൾ നീ ദൈവവചനം ചുമ്മിക്കൊണ്ട് നടന്നതിൻ്റെ ഒരു ചുമട്ടുകൂലി തമ്പുരാൻ നിനക്ക് തരും. അതുകൊണ്ട് ഈ വേദപുസ്തകം കൊണ്ട് നടക്കുന്നവരൊന്നും അടിക്കണ്ട. ഇപ്പം ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഇപ്പം ചിലർ പറയുന്നത്, ഇപ്പം എല്ലാവരും മിക്കാറും ഈ മൊബൈലും കൊണ്ടിങ്ങ് പോരും. അതിനകത്തുണ്ടല്ലോ സങ്കീർത്തനം വായിക്കുമ്പോൾ ഒരു ഞെട്ടും ഒരു ഇതൊക്കെ കൊടുക്കുമ്പോൾ വേണ്ട വന്നിരിക്കുന്നു 127-ാം സങ്കീർത്തനം. മക്കളെ, അതിനകത്ത് ബൈബിളും ഉണ്ട് എന്നുള്ളതേ ഉള്ളൂ. ബൈബിളും ഉണ്ട്. എന്നാളൊരു ഉപദേശിയുടെ കൊച്ചൻ്റെ മൊബൈൽ താഴെ വീണു. അവനങ്ങോട്ടും കണ്ട എൻ്റെ ഇടയ്ക്ക് ഇവിടെ വെച്ചു പോയി. താഴെ വീണപ്പോൾ തന്നെത്താൻ ഓണായി. ആരാണ്ട് ഇതെടുത്ത് മാറ്റി വെക്കാൻ, ഒരു ബെല്ലടിയും കൂടെ എടുത്ത് മാറ്റി വെക്കാൻ നോക്കിയപ്പോൾ എൻ്റെ പൊന്നെ, ഇന്നലെ രാത്രിയിൽ അവൻ ഉറക്കം വരാതെ കിടന്ന് നോക്കിയതല്ല അതിനകത്തുണ്ട്. ഞാൻ വിസ്തരിക്കണ്ടല്ലോ. ഞാൻ പറഞ്ഞ അതിനകത്ത് മൊബൈലിനകത്ത് ബൈബിളും ഉണ്ട്. നീ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ മൊബൈൽ മതി നിനക്ക് നരകത്തിൽ പോകാനുള്ള വഴി പറഞ്ഞു തരും. ഉപയോഗിക്കുന്ന കൃത്യമായിരിക്കണം. ആരെങ്കിലും വിളിച്ചു വെക്കണം. പിന്നെ അത്യാവശ്യമുള്ളത് മാത്രമേ കയറിപ്പോകാവൂ. സൈറ്റുകളിൽ, അന്യ സൈറ്റുകളിലൊന്നും കയറി പോകരുത്. അതുവഴി നീ നരകത്തിൽ വീഴും. അത് വരാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നൂടെ ഞാനൊന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: ബെന്യാമീൻ കടിച്ചു കീറുന്ന ചെന്നായി, രാവിലെ ഇര പിടിച്ചു വിഴുങ്ങും, വൈകുന്നേരം അവൻ കവർച്ച പങ്കിടും. രാവിലെ ഇര പിടിച്ചു വിഴുങ്ങും, വൈകുന്നേരം വരുന്നുണ്ട് കവർച്ച പങ്കിടുന്ന ദിവസം. അന്ന് ചൊവ്വന്നേരുമായിട്ട് പങ്കിടണമെങ്കിൽ ഈ പകലിൽ ഇര പിടിക്കണം. പകൽ ഇര പിടിക്കുന്നവന് മാത്രമേ വൈകിട്ട് കവർച്ച പങ്കിടാനൊക്കത്തുള്ളൂ. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. അന്ന് നമുക്ക് കവർച്ച പങ്കിടണമെങ്കിൽ ഇപ്പോഴാകുന്നു രക്ഷാദിവസം, ഇപ്പോഴാകുന്നു സുപ്രസാദ കാലമെന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും ഒത്തില്ലെങ്കിൽ ഒരു ട്രാക്ടർ എടുത്തൊരുത്തിന് കൊണ്ട് കൊട്. സുവിശേഷ വേലയുടെ ഭാഗങ്ങളായി തീരണം ഓരോരുത്തരും, ഓരോ വ്യക്തികളും, കുഞ്ഞുങ്ങളും വലിയവരും എല്ലാം.